നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ, മോൾ ഇവിടെ വന്ന് നിൽക്കായിരുന്നു. എന്തുപറ്റി? ഭാവന അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ? സൂര്യോട് നീ കാണിക്കുന്ന സ്വാതന്ത്ര്യം ഓവറാണെന്ന് നമുക്ക് തോന്നിക്കാണും. അത് മനസ്സിലായി ആന്റി. പക്ഷേ ഭാവന പെട്ടെന്നങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. വിട്ടുകള മോളെ, നീ ഇനിയും സൂര്യോട് അങ്ങനെ തന്നെ പെരുമാറിയാ മതി. ഭാവന എന്ത് പറഞ്ഞാലും നീ അത് കാര്യമാക്കണ്ട. അത് മണ്ടത്തര ആന്റി. വെറുതെ എന്തിനാ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇനി ഞാൻ നോക്കിയും കണ്ട് നിന്നാ പോരെ? നീ എന്തിനാ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നേ? ഭാവനയ്ക്ക് സുഖമില്ലാതിരുന്നപ്പോ നീ സൂര്യോട് ഇതിലും ഫ്രീ ആയിട്ട് ഇടപെട്ടിരുന്നില്ലേ? അന്നൊന്നും സൂര്യയുടെ ഭാര്യാസ്ഥാനത്ത് എന്റെ പേരില്ലായിരുന്നല്ലോ ആന്റി. ഇപ്പോ ഞാൻ ആ സ്ഥാനത്ത് വന്നിട്ട് പോയവളല്ലേ. ആന്റി വിചാരിക്കുന്നതല്ല ഭാവനയുടെ മനസ്സ്. അവള് ബുദ്ധിമതിയാ. എന്റെ മനസ്സിൽ സൂര്യയെ ഭർത്താവാക്കാനുള്ള മോഹം തന്നത് അവളാണെന്നാ അവളുടെ വിചാരം. പക്ഷേ അങ്ങനെയല്ലാന്ന് അവൾക്കറിയില്ലല്ലോ. നീയപ്പോ അവളെ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതെ ആന്റി. ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നോ സൂര്യ വീണ്ടും ഭാവനയെ താലി കെട്ടുമെന്നോ ഭാവന വിചാരിച്ചില്ല. എല്ലാം സംഭവിച്ചു പോയതാ. അപ്പൊ പിന്നെ കല്യാണ പെണ്ണായി വേഷം കെട്ടിയ എനിക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവുമെന്ന് അവൾക്കറിയാതിരിക്കും. ഇനി ആന്റി നോക്കിക്കോ, സൂര്യ എന്നോട് കൂടുതൽ അടുക്കുന്നത് ഭാവന തടയാനേ നോക്കൂ. എനിക്കങ്ങനെ തോന്നുന്നില്ല മോളെ. ഇതിപ്പോ നീ അവനോട് ദേഷ്യപ്പെട്ട പോലെ സംസാരിച്ചതാ ഭാവനയെ ചൊടിപ്പിച്ചത്.